അന്നൊക്കെ നല്ലപോലെ നേരിട്ട് വന്ന് പറഞ്ഞു കോവിഡ്. ഇപ്പോൾ ഈ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാണ്, കമ്പനികൾക്ക് പൈസ കൊടുക്കുന്നില്ല, വലിയ ധന പ്രതിസന്ധി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുക. സംസ്ഥാനത്ത് അങ്ങനെ ധനപ്രതിസന്ധിക്ക് കാരണം എന്താണ് ഇപ്പോൾ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിൽ കാണുന്ന റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങളൊക്കെ ഇല്ലേ, എത്ര എണ്ണോ പണിയണേ? അവ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖം എങ്ങനെ മാറും? അതിനു വേണ്ടിയിട്ട് ഒരു കമ്പനി ഉണ്ടാക്കി, നഹായ് പോലെ. കേന്ദ്രത്തിന് റോഡ് പണിയാൻ നഹായ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് പണിയണേ. അവർ വായ്പ എടുത്ത് പണിയുന്നു. കേരളത്തിലും ഇതുപോലെ കിഫ്ബി എന്നൊരു കമ്പനി വായ്പ എടുത്ത് പണിയുന്നു. അവരാ പണിയണേ, സംസ്ഥാന സർക്കാരല്ല. അപ്പോൾ എന്താ കേന്ദ്രം ചെയ്തത്? കിഫ്ബി എടുത്ത വായ്പ മുഴുവൻ സർക്കാർ എടുത്ത വായ്പയായിട്ട് കണക്കാക്കുന്നു, ഇൻഡാസറൊക്കെയാണ്. ഞങ്ങൾ കേന്ദ്രമാണ്, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, നിങ്ങൾക്ക് സംസ്ഥാനമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലെന്നാണ്. ആയിക്കോട്ടെ, കേന്ദ്രം ഇനിമേൽ ചെയ്യാൻ പാടില്ല, അങ്ങനെയാണോ പറഞ്ഞത്? ഈ നിയമം 2021 ഉണ്ടാക്കിയതല്ലേ ഈ ചട്ടം? 2016 മുതലെടുത്ത വായ്പ ഇന്ന് വെട്ടിക്കുറക്കുന്നത് എങ്ങനെയാണ്? ഈ രീതിയിൽ സംസ്ഥാനത്ത് ധനപ്രതിസന്ധി ഉണ്ടാക്കിയത് BJP-യാണ്. അതിന് കൂട്ടുനിൽക്കുകയാണ് UDF. കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും BJP എതിർക്കാനുള്ളൂ. കേരളത്തിൽ BJP-യുടെ ഒപ്പമാണ്. അതാണ് UDF ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്രം ഈ കേരളത്തിനെതിരായ ഉപരോധം പിൻവലിക്കുക. ഉപരോധം പിൻവലിച്ചു കഴിഞ്ഞാൽ പെൻഷൻ ഇനിയും കൂട്ടും. 1600 ഈ മരുന്നെല്ലാം കൃത്യമായിട്ട് ഇന്ന് UDF കാലത്ത് ഉണ്ടായില്ലല്ലോ. UDF കാലത്ത് ആശുപത്രിയിൽ പോയിരുന്ന നശിക്കുന്ന രോഗികളെക്കാൾ എത്രയോ കൂടുതലാണ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ചെല്ലുന്നത്. കാലത്തും ഉണ്ട് OP, വൈകുന്നേരവും ഉണ്ട് OP. ഇത്രയും കെട്ടിട സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞിട്ടും രോഗികളുടെ തിരക്ക് കുറയുന്നില്ല. സേവനം അത്ര നല്ലതാണ്, മരുന്നും കാര്യങ്ങളും ഉണ്ട്. അത് തകർക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഏർപ്പാട്, അതിൻ്റെ ഫലം എല്ലായിടത്തും വരുമെന്ന്. അതിന് ഉത്തരവാദികളിൽ പിടിക്കണ്ടേ? ആരോ ഉത്തരവാദി? കേന്ദ്ര സർക്കാർ. അവർ മുൻകാല പ്രാബല്യമെങ്കിലും ഒഴിവാക്കി സംസ്ഥാനത്തിൻ്റെ വായ്പ അനുവദിക്കട്ടെ, പ്രശ്നം തീർന്നു. അതുകൊണ്ട് UDF-നോടുള്ള ചോദ്യം ഇതാണ്: സംസ്ഥാനത്തിൻ്റെ അവകാശത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറുണ്ടോ, അല്ലെങ്കിൽ BJP-യുടെ ഒപ്പം നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? ഒരു BJP-യുടെ ഒപ്പം ജനങ്ങളോട് പറയും, സ്വല്പം താമസിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. 2026 ഭരണം ഉറപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ മുഖ്യമന്ത്രി ആകുന്ന ചർച്ചയിലൊക്കെ നടന്നിട്ടുണ്ട്. കോൺഗ്രസിൽ VD സതീശൻ സർവേ നടത്തി, അത് ചർച്ചകളാകുന്നു, വിവാദമാകുന്നു. 63 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുന്ന തരത്തിലൊക്കെ സർവേ നടത്തി എന്നൊക്കെ പറയുന്നു VD സതീശൻ. അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? കനംകുന്നു ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയല്ലേ. അപ്പോൾ സുധാകരനും സതീശനും എന്താണോ പണി? ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി എവിടെ മത്സരിക്കണം, എങ്ങനെ മത്സരിക്കണം, എന്ത് രാഷ്ട്രീയം പറയണം, ഏത് ആക്ഷേപം ഉന്നയിക്കണം എന്നുള്ളതിന് കോൺട്രാക്ട് കൊടുത്തിട്ട് നടക്കുന്ന നേതാക്കന്മാർ, അതാണ് കോൺഗ്രസ്. CPM-ന്റെ സർവേ ഉണ്ടാവുമോ? ഞങ്ങൾ സർവേ വിലയിരുത്തലും നടത്തും, ഞങ്ങൾ നടത്തുമെന്ന്, വേറെ ആരും വഴിയായിട്ടില്ല, ഞങ്ങൾ നടത്തും. EP ജയരാജൻ പറഞ്ഞത് പിണറായി വിജയൻ സർക്കാർ 3ാം വട്ടം അധികാരത്തിലെത്തും, പിണറായി വിജയൻ തന്നെ നയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുമോ കാര്യങ്ങൾ? 3ാം വട്ടം ഒരു സംശയം വേണ്ട കാര്യത്തിൽ. 2019 ഇതുപോലെ തോറ്റതില്ലേ, എന്നിട്ട് ആര് ജയിച്ചു? പിന്നെ ഇന്നിപ്പോൾ ശരി, ലോക്സഭയിലെ തിരിച്ചടി വന്നു, അതിനും കാരണമുണ്ട്. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ആ രീതിയിലാണ്. ദേശീയ രംഗത്ത് CPM-ൻ്റെ ശേഷി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കൊക്കെ കോൺഗ്രസ് ജയിച്ചു വരുന്നതാണ് നല്ലതെന്നൊരു തോന്നൽ. മറിച്ചുള്ള രാഷ്ട്രീയം ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ പാവങ്ങളോട് ചോദിക്കാൻ പോണത്, അങ്ങനെയിരിക്കണ 1600 രൂപ പെൻഷനില്ലേ, 100 രൂപയല്ലേ UDF ചരിത്രത്തിൽ പാവങ്ങൾക്ക് കൊടുത്ത്, ബാക്കി 1500 ഇടതുപക്ഷ സർക്കാരുകൾ കൊടുത്തല്ലേ. ഇത് ആ സർക്കാരിൽ നീ തിരിച്ചു വരണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളും ചോദിക്കും. രണ്ട് കനകോലുവിൻ്റെ കണക്കൊക്കെ അവിടെ ഇരിക്കത്തുള്ളൂ കേട്ടോ.